പുരാതന വീടുകളുടെ പ്രത്യേകതയായ നിലവറയും മച്ചും ഈ വീട്ടിൽ നമുക്ക് ദൃശ്യമാകുന്നതാണ്. വിത്തുകളും മറ്റും സൂക്ഷിക്കുവാനായിട്ട് നിലവറ കുഴിയും തേങ്ങ മറ്റ് ഫലങ്ങൾ സൂക്ഷിക്കുവാനായിട്ട് മച്ചും ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ അൽഫോൻസാമ്മയുടെ അമ്മയും വല്യമ്മയും മറ്റും ഈ സ്ഥലത്ത് വിശ്രമിക്കുമ്പോഴാണ് അൽഫോൻസാമ്മയുടെ അമ്മയുടെ ദേഹത്ത് ചേരപ്പാമ്പ് കയറുന്നതും അതിൻ്റെ ഫലമായിട്ട് മാസം തികയാതെ അൽഫോൻസാമ്മ ജനിക്കുന്നതും. ഈ ഭവനത്തിൽ നടന്ന പ്രധാന സംഭവങ്ങൾ ചുവരിൽ മനോഹരമായി ചിത്രീകരിച്ചത് സിസ്റ്റർ ഞങ്ങൾക്ക് നന്നായി വിശദീകരിച്ചു തന്നു. ഇത് കൂവളം ഈ വീട്ടിലുണ്ടായിരുന്ന ഒരു മരമാണ്. അൽഫോൻസാമ്മയുടെ പിതാവ് വൈദ്യനായിരുന്നു. കുട്ടൻ വൈദ്യൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം മരുന്നിന് ഉപയോഗിച്ചിരുന്ന ഒരു മരമാണിത്. ഇതിൻ്റെ വേര്, തൊലി, ഇല, കായ എല്ലാം മരുന്നിനായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്നതാണ്. ഈ തറവാട്ടിലുണ്ടായിരുന്ന കിണറാണിത്. ഇവിടെ നിന്ന് കുടിച്ച് പോകുന്നവർക്കും വീടുകളിൽ കൊണ്ടുപോയി കുടിക്കുന്നവർക്കും പലവിധ രോഗങ്ങളിൽ നിന്ന് ശാന്തി കിട്ടുന്നു. അൽഫോൻസ ജന്മഗൃഹത്തിന് സമീപമാണ് ഈ ചാപ്പലിവിടെ സ്ഥിതി ചെയ്യുന്നത്. നാഗമ്പടം മൈതാനത്ത് വെച്ച് അൽഫോൻസാമ്മയെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തിയ അന്ന് നിർമ്മിച്ചിരുന്ന പേപ്പൽ പോഡിയത്തിൻ്റെ മാതൃകയാണ് ഈ ചാപ്പലിന് മുകൾ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. ഇവിടെ എത്തുന്ന തീർത്ഥാടകരും ഭക്തജനങ്ങളും അനുദിനവും ഈ ഭവനത്തിലെത്തി ഈ ചാപ്പലിലെ ദിവ്യബലി അർപ്പിച്ച് അൽഫോൻസാമ്മയിൽ നിന്നും അനുഗ്രഹങ്ങളും കൃപകളും പ്രാപിച്ച് സന്തോഷത്തോടെ ഇവിടുന്ന് മടങ്ങുന്ന കാഴ്ച നമുക്ക് കാണാവുന്നതാണ്. ദേവാലയത്തിനുള്ളിൽ അല്പസമയം പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ ഒരു അതിശയം തോന്നി. ഈ വീട്ടിൽ ജനിച്ചയാൾ ഈ ദേവാലയത്തിന്റെ അൾത്താരയിൽ വണങ്ങപ്പെടുന്നു. അപൂർവമായ കാഴ്ച.